അവൻ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു യാത്ര ആരംഭിച്ചു പോകുന്നു. അവൻ്റെ യാത്രയിൽ അവൻ കണ്ടുമുട്ടിയ കൂട്ടുകാര്, അവൻ്റെ കൂടെ കൂടിയവരെല്ലാം ചേർന്ന് അവനെ പറ്റിക്കുന്നുണ്ട്, അവനെ ചതിച്ചിട്ടുണ്ട്. അവസാനം അവൻ ഏകനായിട്ട് ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അവസാനം പോയി നിൽക്കുന്ന ഒരിടം പന്നിക്കൂട്. അവിടെ വെച്ചാണ് സുബോധമുണ്ടാകുന്നത്. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഒരുപാട് പേര് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവുന്നു. അവൻ നഷ്ടപ്പെടുത്തിയ കൃപകൾ, അവൻ നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ, അവൻ നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങളെ ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുതാപത്തോടെ മാനസാന്തരപ്പെട്ട് അവന്റെ ജീവിതത്തിൽ അവൻ തിരഞ്ഞെടുത്ത യാത്ര തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ അപ്പനിലേക്കുള്ള ഒരു തിരിച്ചു യാത്ര, ഒരു മടക്കയാത്ര അവൻ നടത്തുന്നുണ്ട്. ദൂരെ നിന്ന് അപ്പൻ ഈ മകൻ വരുന്നത് കാണുന്നുണ്ട്. മകനെ കണ്ട ആ നിമിഷം ഈ അപ്പൻ ഓടി മകന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സ്നേഹപിതാവായ ചിത്രമാണ് ആ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ പലപ്പോഴും അപ്പന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ദൈവത്തിൽ നിന്നും മാറി പുതിയൊരു പാത തിരഞ്ഞെടുത്ത് നമ്മൾ ചിലരെങ്കിലും പോയിട്ടുണ്ടാകാം. എല്ലാം കൂടെയുള്ളവര്, കൂടെ യാത്ര ചെയ്തവര്, വിശ്വസിച്ചവര്, എല്ലാം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിരുന്നവരെല്ലാം ഇന്ന് മാറി നിൽക്കുമ്പോൾ അവസാനം നമ്മൾ ഏകനായി നിൽക്കുമ്പോൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങളെ സംരക്ഷിക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു ദൈവമുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ആ ദൈവത്തിലേക്കുള്ള ഒരു മടക്കയാത്ര അത്ര അനിവാര്യമാണ്. പലപ്പോഴും അവസാന നിമിഷങ്ങളിലാണല്ലോ അപ്പന്മാരെ, മാതാപിതാക്കളെ ഒക്കെ നമ്മൾ ഓർക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലും ഇതുപോലെയാണ്. അവസാന നിമിഷത്തിൽ കർത്താവിൻ്റെ കരം പിടിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല കള്ളന്റെ പ്രാർത്ഥന അതിനൊരു ഉദാഹരണമാണ്. ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥകൾ നമുക്ക് അറിവുള്ളത്. ഈ ലോകകാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ രോഗത്തെ കുറിച്ച്, ജോലിയെ കുറിച്ച്, നൊമ്പരങ്ങളെ കുറിച്ച്, സന്തോഷങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. ഇതുപോലെയാണ് എമ്മാവൂസിലേക്ക് അന്ന് ക്രിസ്തു മരിച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോകുന്ന രണ്ട് ശിഷ്യന്മാരെ. അവരുടെ കൂടെ അപരിചിതനായ ഒരു മനുഷ്യനും കയറി പറ്റുന്നുണ്ട്. 3 പേരും സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ രാത്രിയായി. ആ അപരിചിതനോട് പറയും, ഇന്ന് ഞങ്ങളോട് കൂടെ താമസിക്കാൻ. അങ്ങനെ ആ അപരിചിതൻ അവൻ്റെ കൂടെ താമസിക്കുമ്പോൾ അത്താഴ സമയത്ത് അപ്പമെടുത്ത് വാഴ്ത്തുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് തങ്ങളോട് കൂടെ നടന്നത് ക്രിസ്തുവായിരുന്നുവെന്ന്. ഇന്ന് ഈ ബലിയുടെ മധ്യേ അപ്പമെടുത്ത് ഉയർത്തുമ്പോൾ നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചവൻ, നിങ്ങളുടെ വേദനകൾ അറിഞ്ഞവൻ, നിങ്ങളോടൊപ്പമായിരുന്ന ദൈവത്തെയാണ് നിങ്ങൾ കാണേണ്ടത്. One